ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24-ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9001900156. ഹലോ, നന്ദനടാ. എന്താടാ, നിനക്കെന്താ വേണ്ടത്? ചന്ദ്രോത്തുകാരുടെ പുറകെയുള്ള നടത്തം നീ നിർത്താറായില്ലല്ലേ? നീ കാര്യം പറയടാ. ഇടാം, ഗുണ്ടകൾ അയക്കുമ്പോ നല്ല ചങ്കുറ്റുള്ളവന്മാരെ അയക്കണം. തോക്ക് കണ്ടാ മുട്ടടിക്കുന്നവരെ ആണോടാ കൊട്ടേഷൻ അയക്കുന്നേ? നീ എന്താടാ സ്വപ്നം കണ്ടോ? വൈകാതെ നീ പേടി സ്വപ്നം കണ്ടു തുടങ്ങും. നീ എന്നെ കൊല്ലാൻ അയക്കുന്ന ഗുണ്ടകളോട് ഒന്ന് പറഞ്ഞേക്ക്, എത്ര എതിർപ്പ് വന്നാലും തിരിഞ്ഞോടരുതെന്ന്. ആരടാ തിരിഞ്ഞോടിയത്? എന്റെ ആൾക്കാരായിരുന്നെങ്കിൽ നിന്നെയും കൊണ്ടേ പോവായിരുന്നുള്ളൂ. ആ, ശരിക്ക് കൊണ്ടുപോയാനെ. അതിനിടയ്ക്ക് രക്ഷപ്പെട്ടു. നോക്ക്, എനിക്ക് ബഹളത്തിന് വയ്യ. ജീവിക്കാനുള്ള ഓട്ടത്തില ഞാനും കുടുംബവും. ത്യാഗരാജ, ഞങ്ങളെ ഞങ്ങളുടെ വഴിക്ക് വിട്ടേക്ക്. കൂടുതൽ കേസ് നടക്കല്ലേ, ഒക്കെ അവിടെ തീർക്കാം. തല്ലി തീർക്കാനാണെങ്കിൽ ഞാനും ഒരുങ്ങി ഇറങ്ങോടാ. എന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. നിന്നെ പച്ചയ്ക്ക് കത്തിക്കും. എടോ, നന്ദ, ആരോടാ നന്ദ സംസാരിച്ചേ? ആ, അത് ഒരു കൂട്ടുകാരനോടാ. എന്തോ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത് പോലെ തോന്നി. ആ, ഓഫീസിലെ കാര്യങ്ങൾ തന്നെ. സൂപ്പർവൈസർ അല്ലേ, ചിലരോടൊക്കെ അല്പം സീരിയസ് ആയിട്ടും ദേഷ്യത്തോടെ സംസാരിക്കേണ്ടി വരും. അതെ അതെ, കർശനമായിട്ട് ഇടപെടേണ്ട അടുത്ത് അങ്ങനെ തന്നെ വേണം പെരുമാറാൻ. അല്ലെങ്കിൽ അവർ ചെയ്യുന്നതാണ് ശരിയെന്ന് അവർ കരുതും. എന്താ അമ്മ? അല്ല, ഓഫീസ് കാര്യങ്ങൾ പറഞ്ഞതാ. നന്ദൻ ഓഫീസിലെ ഒരു സ്റ്റാഫിനെ നന്നായിട്ടൊന്ന് വിരട്ടെന്ന് ശ്രദ്ധിച്ചു. അതിനെക്കുറിച്ച് സംസാരിച്ചതാ. നന്ദു, കൂടെയുള്ളവരെ വല്ലാതെ ശ്വാസിക്കരുത്. അത് ശരിയാ, പക്ഷെ ഇതിപ്പോ കൃത്യമായിരുന്നു. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. അല്ല, കാര്യം എന്തായിരുന്നു? ചെറിയ ചില പ്രശ്നങ്ങളാ. സത്യം പറഞ്ഞ തർക്കമൊന്നും പ്രശ്നമൊന്നും ഒക്കെ കേൾക്കുമ്പോഴേ ത്യാഗരാജനെയാ മനസ്സിൽ വരുന്നേ. അവൻ നടങ്ങിയിട്ടുണ്ട്, ഇനി ആളാവില്ല. ആ, അതെ അതെ. എന്താ അമ്മേ, സീരിയസ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? ഏയ്, എന്ത് ഇഷ്യൂസ്? ഒന്നുമില്ല മോളെ.